പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം മോഡലിംഗ് എന്ന ടോപ്പിക്കാണ്. എന്താണ് സിസ്റ്റം മോഡലിംഗ്? നമ്മൾ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ കോഡ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് സിസ്റ്റം മോഡലിംഗ് എന്ന് പറയുന്നത്. ഈ അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ ഒരു ഡേറ്റ ഫ്ലോ ഡയഗ്രാം ആവാം, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഡയഗ്രാം ആവാം. യൂഷ്വലി UML ഗ്രാഫിക്കൽ നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റം മോഡലിംഗ് ചെയ്യുന്നത്. UML എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. ഈ ഒരു ഫുൾ ഫോം എന്താണ് എന്നുള്ളത് 2022 കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്കുള്ള ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. UMLന്റെ പൂർണ്ണരൂപം എന്താണ്? യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. ഇനി എന്തിനാണ് നമ്മൾ ഈ സിസ്റ്റം മോഡലിംഗ് ചെയ്യുന്നത്? സപ്പോസ് ഒരു അനലിസ്റ്റ് ക്ലയന്റിന് ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഒരു തേർഡ് പാർട്ടിക്ക്, ഒരു സ്റ്റേക്ക് ഹോൾഡറിന്. അന്നേരം ആ സിസ്റ്റത്തെ കുറിച്ച് കംപ്ലീറ്റ് ആയി മനസ്സിലാക്കാനും അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാനും അതുപോലെ തന്നെ ഈസിലി ഡിസൈൻ ചെയ്യാനും ഒക്കെ ഈ സിസ്റ്റം മോഡലിംഗ് സഹായിക്കും. അപ്പോൾ സിസ്റ്റം മോഡൽസ് നമുക്ക് 4 പേഴ്സ്പെക്റ്റീവ്സിലാണ് കാണാനായിട്ട് പറ്റുക. ആദ്യത്തേത് എക്സ്റ്റേണൽ പേഴ്സ്പെക്റ്റീവ്, ഇന്ററാക്ഷൻ പേഴ്സ്പെക്റ്റീവ്, സ്ട്രക്ചറൽ പേഴ്സ്പെക്റ്റീവ് ആൻഡ് ബിഹേവിയറൽ പേഴ്സ്പെക്റ്റീവ്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു അബ്സ്ട്രാക്റ്റ് മോഡൽ ഒരു കോണ്ടെക്സ്റ്റ് മോഡൽ ആണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിനെ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ പേഴ്സ്പെക്റ്റീവിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇന്ററാക്ഷൻ മോഡലായിട്ടാണ് നമ്മൾ സിസ്റ്റം ആ ഒരു അബ്സ്ട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇന്ററാക്ഷൻ പേഴ്സ്പെക്റ്റീവിലായിരിക്കും ആ സിസ്റ്റത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുക. സ്ട്രക്ചറൽ മോഡലായിട്ടാണ് നമ്മൾ സിസ്റ്റം മോഡലിംഗ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ട്രക്ചറൽ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ആ സിസ്റ്റത്തിനെ കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ബിഹേവിയറൽ മോഡലാണെങ്കിൽ ബിഹേവിയറൽ പേഴ്സ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ആ സിസ്റ്റത്തിനെ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 4 സിസ്റ്റം പേഴ്സ്പെക്റ്റീവ്സ് ആണ് കാണുന്നത്. എക്സ്റ്റേണൽ പേഴ്സ്പെക്റ്റീവ്, ഇന്ററാക്ഷൻ പേഴ്സ്പെക്റ്റീവ്, സ്ട്രക്ചറൽ പേഴ്സ്പെക്റ്റീവ് ആൻഡ് ബിഹേവിയറൽ പേഴ്സ്പെക്റ്റീവ്. ഇനി ഇത് ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. എക്സ്റ്റേണൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് അത് സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ബൗണ്ടറീസ് ആൻഡ് ഇന്ററാക്ഷൻസ് ഓഫ് ദ സിസ്റ്റം വിത്ത് എക്സ്റ്റേണൽ എൻറ്റിറ്റീസ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ പേഴ്സ്പെക്റ്റീവിനെ നമുക്ക് വേണമെങ്കിൽ കോണ്ടെക്സ്റ്റൽ പേഴ്സ്പെക്റ്റീവ് എന്നും പറയാം. നെക്സ്റ്റ് വരുന്നത് ഇന്ററാക്ഷൻ പേഴ്സ്പെക്റ്റീവ് ആണ്. ഒരു സിസ്റ്റത്തിനകത്ത് വരുന്ന യൂസർ സിസ്റ്റം ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനകത്തുള്ള ഇന്റർ കോമ്പണന്റ് ഇന്ററാക്ഷൻസ്, അതാണ് ഈ ഇന്ററാക്ഷൻ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇറ്റ് ഡീറ്റെയിൽസ് ദ ഇന്ററാക്ഷൻസ് വിത്തിൻ ദ സിസ്റ്റം ആൻഡ് വിത്ത് എക്സ്റ്റേണൽ കോമ്പണൻസ്. ഇനി തേർഡ് വൺ സ്ട്രക്ചറൽ പേഴ്സ്പെക്റ്റീവ് ആണ്. ഇറ്റ് എംഫസൈസസ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് സിസ്റ്റം ഓർഗനൈസേഷൻ. അതായത് ഇത് ചെയ്യുന്ന കാര്യം ഈ സിസ്റ്റത്തിനകത്ത് വരുന്ന സ്റ്റാറ്റിക് എലമെന്റ്സിനെ ലൈക്ക് ക്ലാസസും അത് തമ്മിലുള്ള റിലേഷൻഷിപ്സ് അതൊക്കെ ഡെപ്പിക്ട് ചെയ്യുന്നത് സ്ട്രക്ചറൽ പേഴ്സ്പെക്റ്റീവിലാണ്. ഇനി ഫൈനൽ വൺ ഈസ് ബിഹേവിയറൽ പേഴ്സ്പെക്റ്റീവ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിന്റെ ഡൈനാമിക് ആസ്പെക്റ്റിനെയാണ്. ഒരു ഇവന്റ് വരുമ്പോൾ ആ ഇവന്റ് വരുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ബിഹേവിയറൽ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സിസ്റ്റം മോഡലിംഗ് ടൈപ്സും നോക്കാം. ഫസ്റ്റ് വണ് കോണ്ടെക്സ്റ്റ് മോഡലായിരുന്നു. അപ്പൊ നേരത്തെ ഫിഗറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കോണ്ടെക്സ്റ്റ് മോഡല് സിസ്റ്റത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റൽ പേഴ്സ്പെക്റ്റീവ് ആണ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പേഴ്സ്പെക്റ്റീവ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇതിനെ എക്സ്റ്റേണൽ പേഴ്സ്പെക്റ്റീവ് മോഡൽ എന്നും പറയാവുന്നതാണ്. ഇത് ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് ഒരു സിസ്റ്റം അതിന്റെ എൻവയോൺമെന്റുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു മെന്റൽ ഹെൽത്ത് കെയർ പേഷ്യന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റ് മോഡലാണ്. അപ്പൊ നമ്മൾ സെന്ററിൽ കാണുന്നതാണ് മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ചുറ്റും കാണുന്നത് സബ് സിസ്റ്റംസ് ആണ്. ആ സബ് സിസ്റ്റംസ് എല്ലാം തന്നെ മെയിൻ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവര് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എൻറ്റയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ഈ ഒരു കോണ്ടെക്സ്റ്റ് മോഡൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ സിസ്റ്റം വിൽ വർക്ക് അലോങ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി സറൗണ്ടിങ് സിസ്റ്റംസ്.
Now the second model is interaction model. ഈ ഇന്ററാക്ഷൻ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിനകത്തുള്ള കോമ്പണൻസ് എല്ലാം എങ്ങനെയാണ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. 3 ടൈപ്പ് ഇന്ററാക്ഷൻസ് ആണ് ഉള്ളത്: യൂസർ ഇന്ററാക്ഷൻ, സിസ്റ്റം ഇന്ററാക്ഷൻ ആൻഡ് കോമ്പണന്റ് ഇന്ററാക്ഷൻ. യൂസർ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് യൂസർ ഇൻപുട്ട് ആൻഡ് യൂസർ ഔട്ട്പുട്ട്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ ഇറ്റ് ഇന്ററാക്ട്സ് വിത്ത് ദ യൂസർ ആൻഡ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ യൂസർ റിക്വയർമെന്റ്സ്. ഇനി സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് സിസ്റ്റം ഇന്ററാക്ഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ സിസ്റ്റം വിച്ച് ഈസ് ടു ബി ഡെവലപ്ഡ് ആൻഡ് അതർ സിസ്റ്റംസ്. അതായത് ഇറ്റ് ഇന്ററാക്ട്സ് ഫ്രം സിസ്റ്റം ടു സിസ്റ്റം ആൻഡ് ഹൈലൈറ്റ്സ് ദ പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് കോമ്പണന്റ് ഇന്ററാക്ഷൻ ആണ്. അതായത് ആ സെയിം സിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് കോമ്പണൻസിന്റെ ഇന്ററാക്ഷൻ. അതാണ് കോമ്പണന്റ് ഇന്ററാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി ഇറ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് വെദർ ദ പ്രൊപ്പോസ്ഡ് സിസ്റ്റം ക്യാൻ പ്രൊവൈഡ് ദ റിക്വയർഡ് സിസ്റ്റം പെർഫോമൻസ്. പിന്നെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, 2 ടൈപ്പ് ഡയഗ്രാംസ് ആണ് ഇന്ററാക്ഷൻ മോഡലിൽ വരുന്നത്. ഒന്നാമത്തേത് യൂസ് കേസ് ഡയഗ്രാം, രണ്ടാമത്തത് സീക്വൻസ് ഡയഗ്രാംസ്. ഇന്ററാക്ഷൻ മോഡൽസിൽ വരുന്ന ആദ്യത്തെ ഡയഗ്രാം എന്ന് പറയുന്നത് യൂസ് കേസ് ഡയഗ്രാം ആണ്. നമ്മുടെ റിക്വയർമെന്റ് എലിസിറ്റേഷനെ സപ്പോർട്ട് ചെയ്യും ഈ യൂസ് കേസ് മോഡൽസ്. നമുക്കൊരു സിമ്പിൾ സെനാരിയോ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു ട്രാൻസ്ഫർ ഡേറ്റ യൂസ് കേസ്. ആ യൂസ് കേസ് എന്ന് പറയുന്നത് ആ എലിപ്സിനകത്ത് കൊടുത്തിട്ടുള്ള ആ ടെക്സ്റ്റ് ആണ്. അതായത് ട്രാൻസ്ഫർ ഡേറ്റ എന്നുള്ളതാണ് നമ്മുടെ യൂസ് കേസ്. പിന്നെ നമുക്ക് ആക്ടേഴ്സിനെ കാണാം. ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് അല്ലെങ്കിൽ അതർ സിസ്റ്റംസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ സ്റ്റിക്ക് ഫിഗേഴ്സ് കാണുന്നില്ലേ 2 ഒന്ന് മെഡിക്കൽ റിസപ്ഷനിസ്റ്റും മറ്റത് പേഷ്യന്റ് റെക്കോർഡ് സിസ്റ്റം. ഇത് രണ്ടുമാണ് ഈ ഒരു യൂസ് കേസ് ഡയഗ്രത്തിനകത്ത് വരുന്ന ആക്ടേഴ്സ്. പിന്നെ ആരോസ് ഉണ്ട് ഇതിനകത്ത്. ആ ആരോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡേറ്റ ഫ്ലോനെയാണ്. ഫ്ലോ ഓഫ് ഡേറ്റയാണ് ആ ആരോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ഇന്ററാക്ഷൻ മോഡൽസിലെ യൂസ് കേസ് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളത്. ഇനി ഒരു കോമ്പോസിറ്റ് യൂസ് കേസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഒറ്റ ആക്ടറെ വരുന്നുള്ളൂ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മൾട്ടിപ്പിൾ യൂസ് കേസസ് വരുന്നുണ്ട്, രജിസ്റ്റർ പേഷ്യന്റ്, അൺരജിസ്റ്റർ പേഷ്യന്റ്. അപ്പൊ ഈ ആക്ടറിനെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ആക്ടിവിറ്റീസും യൂസ് കേസസും ഈ കോമ്പോസിറ്റ് യൂസ് കേസ് ഡയഗ്രത്തിനകത്ത് നമുക്ക് കാണാം. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡയഗ്രാം ഇൻ ഇന്ററാക്ഷൻ മോഡൽ എന്ന് പറയുന്നത് സീക്വൻസ് ഡയഗ്രാംസ് ആണ്. ആക്ച്വലി ഈ സീക്വൻസ് ഡയഗ്രാംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോഡൽ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ സിസ്റ്റം കോമ്പണൻസ് ആൻഡ് എക്സ്റ്റേണൽ സിസ്റ്റംസ്. ഈ സീക്വൻസ് ഡയഗ്രാം കാണിക്കുന്നത് ആക്ടേഴ്സും ഒബ്ജക്ട്സും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ്. അത് ഈ ആരോസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോളിഡ് ആയിട്ടുള്ള അനോട്ടേറ്റഡ് ആരോസ് റെപ്രസെന്റ് ചെയ്യുന്നത് റിക്വസ്റ്റിനെയും, അതുപോലെ തന്നെ ഡോട്ടഡ് ആയിട്ടുള്ള ആരോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് റെസ്പോൺസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചിത്രത്തിൽ കാണുന്ന സീക്വൻസ് ഡയഗ്രത്തിന്റെ ടോപ്പിൽ നമ്മൾ കാണുന്നത് ആക്ടേഴ്സിനെ ആയിരിക്കും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്ട്സും ടോപ്പിൽ നമ്മൾ കൊടുക്കുക. അതായത് ആ പേഷ്യന്റ് ഇൻഫോ, MHCPMS ഡേറ്റാബേസ് ആൻഡ് ഓതറൈസേഷൻ, ഇതെല്ലാം ഒരു റെക്ടാങ്കിളിനകത്താണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ഒബ്ജക്ട്സ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ററാക്ഷൻ മോഡലാണ്. ഇന്ററാക്ഷൻ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്, നമ്മുടെ ആക്ടർ, ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കാണണം, വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഇന്ററാക്ഷൻ ഒക്കർ ചെയ്യുന്നത്. ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെച്ച് ചെയ്യുന്നത് ഒരു സിംഗിൾ ആക്ടിവിറ്റി അല്ല. അതിനകത്ത് മൾട്ടിപ്പിൾ ഇന്ററാക്ഷൻസ് ശരിക്കും നടക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു എക്സാമ്പിളിൽ തന്നെ ഇനീഷ്യലി നമ്മുടെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആക്ട് ആ സ്റ്റിക്ക് ഫിഗർ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്. പേഷ്യന്റ് ID വെച്ചിട്ടാണ്, അതായത് PID ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പേഷ്യന്റ് ID എന്നുള്ളതാണ്. അത് പേഷ്യന്റ് ഇൻഫോ എന്ന് പറയുന്ന ഒബ്ജക്ട് ക്ലാസ്സിലോട്ട് സെൻഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ നിന്ന് P എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് വേറൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ട് ഈ പേഷ്യന്റ് IDയും അതുപോലെ തന്നെ യൂസർ IDയും വെച്ചിട്ട് MHCPMS ഡേറ്റാബേസിലോട്ട്. ഈ MHCPMS ഡേറ്റാബേസ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഇൻഫർമേഷൻ ഡയറക്ട്ലി പ്രൊവൈഡ് ചെയ്യുന്നില്ല.
ഫസ്റ്റ് അത് ഓതറൈസേഷൻ ചെക്ക് നടത്തുന്നുണ്ട്. ഓതറൈസേഷൻ അപ്രൂവ് ആയെങ്കിൽ മാത്രമാണ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ഇൻഫോ ഈ സോ കോൾഡ് ആക്ടർ ആരാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് കിട്ടുകയുള്ളൂ. അതാണ് ഇവിടെ ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിട്ടുള്ളത്. പേഷ്യന്റ് ഇൻഫോ ഇൻ കേസ് ഓതറൈസേഷൻ ഓക്കെ ആവുന്ന കേസിൽ. ഇൻ കേസ് ഓതറൈസേഷൻ ഫെയിൽ ആണെങ്കിൽ എറർ ആയിരിക്കും, അതായത് നോ ആക്സസ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. സീക്വൻസ് ഡയഗ്രാംസിൽ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ബോക്സസ് നിങ്ങൾ കാണുന്നില്ലേ, ആക്ടറിന്റെ താഴെ, അതുപോലെ തന്നെ പേഷ്യന്റ് ഇൻഫോ ഒബ്ജക്റ്റിന് താഴെ, അങ്ങനെ ഓരോന്നിന് താഴെയും കാണുന്ന, പക്ഷെ അതിന്റെ എല്ലാം ലെങ്ത്തിലെ ഡിഫറൻസ് കണ്ടോ? ഈ ഒരു റെക്ടാങ്കുലർ ബോക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ ഇൻസ്റ്റന്റ് എത്ര സമയത്തോളം ആക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ എടുക്കുകയാണെങ്കിൽ ആളുടെ താഴെ കാണുന്ന ആ റെക്ടാങ്കുലർ വെർട്ടിക്കലി ഉള്ള റെക്ടാങ്കുലർ ബോക്സ് ത്രൂ ഔട്ട് ദ പ്രോസസ് ആക്റ്റീവ് ആണ്. പക്ഷെ പേഷ്യന്റ് ഇൻഫോക്ക് അകത്ത് എങ്ങനെയാണ്, ആ ഒരു വ്യൂ ഇൻഫോ ഓഫ് PID എന്നുള്ള റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ആ ഒരു ഇൻസ്റ്റൻസിന്റെ ആ ഒരു ടൈം ലൈന് ആക്റ്റീവ് ആവുന്നുള്ളൂ. സിമിലർലി മറ്റേ MHCP MSDBക്ക് ഓതറൈസേഷനും ഇത് ബാധകമാണ്. ഇതെല്ലാം ഒരു ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് വഴി ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം ഡിസൈനിങ്ങും ഇംപ്ലിമെന്റേഷനും ഒക്കെ, ഈ സിസ്റ്റത്തിന്റെ ഡിസൈൻ ഇംപ്ലിമെന്റേഷനും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടെയാണ് ഈ സീക്വൻസ് ഡയഗ്രത്തിന്റെ പ്രാധാന്യം. തേർഡ് മോഡൽ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് മോഡലാണ്. ഒരു സിസ്റ്റത്തിന്റെ ഓർഗനൈസേഷൻ ആണ് ഈ സ്ട്രക്ചറൽ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തൊക്കെ പാർട്സ് വെച്ചിട്ടാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മോഡൽ നമുക്ക് കാണിച്ചു തരിക. അതുപോലെ തന്നെ ഈ പാർട്സ് എങ്ങനെയാണ് പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഈ സ്ട്രക്ചറൽ മോഡലിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്ട്രക്ചറൽ മോഡൽസ് സ്റ്റാറ്റിക് മോഡൽസ് ആവാം, അല്ലെങ്കിൽ ഡൈനാമിക് മോഡൽസ് ആവാം. സ്റ്റാറ്റിക് മോഡൽസ് റെപ്രസെന്റ് ചെയ്യുന്നത് സിസ്റ്റം ഡിസൈനിന്റെ സ്ട്രക്ചർ ആയിരിക്കും. ഡൈനാമിക് മോഡൽസ് ആണെങ്കിൽ എക്സിക്യൂഷൻ സമയത്തുള്ള സിസ്റ്റം ഓർഗനൈസേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ സിസ്റ്റം ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യാൻ നേരത്താണ് ഈ സ്ട്രക്ചറൽ മോഡല് ക്രിയേറ്റ് ചെയ്യുക. ഈ സ്ട്രക്ചറൽ മോഡൽ 3 തരത്തിലുള്ളതുണ്ട്: ക്ലാസ് ഡയഗ്രാംസ്, ജനറലൈസേഷൻ, അഗ്രിഗേഷൻ. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ഡയഗ്രാംസ്. UML-നകത്ത് വരുന്ന ഒരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡയഗ്രാം ആണ് ക്ലാസ് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് സിസ്റ്റം മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസസും അത് തമ്മിലുള്ള അസോസിയേഷനും ഒക്കെ സിസ്റ്റത്തിനകത്ത് കാണിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ക്ലാസ് ഡയഗ്രാംസ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ക്ലാസ് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ക്ലാസ് നെയിംസ് എപ്പോഴും ഒരു റെക്ടാങ്കുലർ ബോക്സിനകത്തായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. 2 ക്ലാസസ് തമ്മിലുള്ള അസോസിയേഷൻ കാണിക്കാനായിട്ട് അതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കും. ഈ അസോസിയേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ക്ലാസ് ഡയഗ്രത്തിലെ ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഫീച്ചർ. ഇവിടെ നമ്മളൊരു UML ക്ലാസസും അസോസിയേഷനും കാണുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ ക്ലാസ് ഡയഗ്രത്തില് ഈ പേഷ്യന്റും അതുപോലെ തന്നെ പേഷ്യന്റ് റെക്കോർഡും തമ്മിലുള്ള അസോസിയേഷൻ എന്ന് പറയുന്നത് 1 to 1 ആയിരിക്കും. ഈ അസോസിയേഷന്റെ രണ്ടറ്റത്തും 1 വെച്ച് അനോട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒരു പേഷ്യന്റിന് എക്സാക്ട്ലി 1 റെക്കോർഡ് മാത്രമേ ഉണ്ടായിരിക്കൂ എന്നുള്ളതാണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ആ ഒരു റെക്ടാങ്കിളും ഒരു ക്ലാസ് ഡയഗ്രാം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ ആ ക്ലാസിന്റെ നെയിം ആയിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കും. അതിന് തൊട്ട് താഴെയുള്ള ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പിനകത്ത് ആ ഒരു ക്ലാസ്സിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് സ്പെസിഫൈ ചെയ്യും. അതിന് താഴെ ഏറ്റവും ലാസ്റ്റ് ആ ഒരു കോളത്തിനകത്ത് ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഈ ക്ലാസ്സിനകത്ത് വരുന്നത് എന്നുള്ളതുമാണ്. അതായത് എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും ഈ ക്ലാസ്സിൽ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഡയഗ്രാം ആണ്. ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ക്ലാസ് എന്ന് പറയുന്നത് ടോപ്പ് പാർട്ട് ഓഫ് ദ റെക്ടാങ്കിൾ, അതുപോലെ തന്നെ ക്ലാസ് ആട്രിബ്യൂട്ട്സ് മിഡിൽ പാർട്ടിലും, ഓപ്പറേഷൻസ് ഇൻ ദ ബോട്ടം. ആ ഒരു സെന്റൻസ് ജസ്റ്റ് ഓർത്താൽ മതി. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജനറലൈസേഷൻ ആയിരുന്നു. ഇറ്റ്സ് എ മെത്തേഡ് യൂസ് ടു മാനേജ് ദ കോംപ്ലക്സിറ്റി.
കോംപ്ലക്സ് സിസ്റ്റംസ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് ഈ എൻറ്റിറ്റീസ് എല്ലാം കൂടെ ഒരു ജനറൽ ക്ലാസ്സിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ജാവ പോലെയുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസിൽ ജനറലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇൻഹെറിറ്റൻസ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്. ജനറലൈസേഷനിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് the operations and attributes associated with higher level classes are also associated with lower level classes, which are subclasses that inherit the properties from parent class. നമ്മൾ ഇതിനകത്ത് കാണുന്ന എക്സാമ്പിളില് ഹയർ ലെവൽ ക്ലാസ് എന്ന് പറയുന്നത് ഡോക്ടർ ആണ്. ദെൻ ലോവർ ലെവൽ ക്ലാസ്സസ് വരുന്നുണ്ട് ഹോസ്പിറ്റൽ ഡോക്ടർ, അതുപോലെ തന്നെ ജനറൽ പ്രാക്ടീഷണർ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ആ ഒരു ജനറലൈസേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ആരോ ഹെഡ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് അഗ്രിഗേഷൻ ആണ്. ഈ അഗ്രിഗേഷൻ മോഡൽ കാണിക്കുന്നത് നമ്മുടെ ഒബ്ജക്ട്സ് എല്ലാം വേരിയസ് പാർട്സ് വെച്ച് കമ്പോസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, ഒരു പേഷ്യന്റ് റെക്കോർഡ്. ഇതൊരു ഒബ്ജക്ട് ക്ലാസ് ആണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് അതർ ടു ഒബ്ജക്ട് ക്ലാസസ്, പേഷ്യന്റ് ആൻഡ് കൺസൾട്ടേഷൻ. ഒരു ഡയമണ്ട് ഷേപ്പ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ കോമ്പോസിഷൻ ഓഫ് ക്ലാസസ്. ഫോർത്ത് വൺ ബിഹേവിയറൽ മോഡൽ ആണ്. ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് മോഡൽ റെപ്രസെന്റ് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ ഡൈനാമിക് ബിഹേവിയറിനെയാണ്. അതായത് എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. രണ്ട് ടൈപ്പ് ബിഹേവിയറൽ മോഡൽസ് ഉണ്ട്, ഡേറ്റ ഡ്രിവണും ഉണ്ട്, ഇവന്റ് ഡ്രിവണും ഉണ്ട്. ഡേറ്റ ഡ്രിവൺ മോഡലിംഗിന്റെ കേസിൽ വരുന്ന എല്ലാ ഡേറ്റയും സിസ്റ്റം പ്രോസസ്സ് ചെയ്യണം. ഈ ഡേറ്റ ഡ്രിവൺ മോഡൽസ് ആണ് സോഫ്റ്റ്വെയർ മോഡൽസിലെ ഫസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അത് ആക്ച്വലി ആക്ഷൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് വരുന്ന ഇൻപുട്ട് ഡേറ്റ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഈ മോഡൽസ് യൂസ് ചെയ്യുന്നത് എൻഡ് ടു എൻഡ് പ്രോസസ്സിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ അനാലിസിസ് ഓഫ് റിക്വയർമെന്റ്സ്, അതിലും ഈ ഒരു ഡേറ്റ ഡ്രിവൺ മോഡൽസ് യൂസ്ഫുൾ ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് വരുന്ന ഡയഗ്രാം ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ് ആണ്, DFDs. ഒരു എൻവയോൺമെന്റിനകത്ത് വരുന്ന ഒരു സിസ്റ്റം മറ്റൊരു സിസ്റ്റവുമായിട്ട് എങ്ങനെയാണ് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ് ശരിക്കും കാണിക്കുന്നത്. അപ്പം ഇവിടെ ഒരു DFDന്റെ ബേസിക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ച് റെപ്രസെന്റേഷൻസ് ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയുന്നത് രണ്ട് പാരലൽ ലൈൻസിനകത്തായിരിക്കും കാണിക്കുക. പ്രോസസ്സിങ് ഒരു റെക്ടാങ്കിളിനകത്ത്, പക്ഷെ അതിന്റെ കോർണേഴ്സ് ചെറുതായിട്ട് കർവ്ഡ് ആയിരിക്കും. പിന്നെ പ്രോപ്പർ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് യൂസറിനെ ആയിരിക്കും കാണിക്കുക. അതുപോലെ ആരോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഫ്ലോ ഓഫ് ഡേറ്റനെ ആയിരിക്കും, ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്നുള്ളത്. നെക്സ്റ്റ് ഇവന്റ് ഡ്രിവൺ മോഡലിംഗ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ അത് സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യും. മാത്രമല്ല ആ ഒരു ഇവന്റ് ഡേറ്റയായിട്ട് അസോസിയേറ്റഡും ആയിരിക്കും. ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ ഇവന്റ്സിനോട് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇവന്റ്സിനോടുള്ള റെസ്പോൺസ് ആണ് ഈ ഒരു ഇവന്റ് ഡ്രിവൺ മോഡലിംഗ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിന് ഒരുപാട് സ്റ്റേറ്റ്സ് കാണും. അതുപോലെ തന്നെ ഈ ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ സംഭവിക്കും എന്നാണ് നമ്മൾ ഈ മോഡലിൽ അസ്യൂം ചെയ്യുന്നത്. ഇവന്റ് ഡ്രിവൺ മോഡലിംഗിൽ നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് മെഷീൻ മോഡലായിരിക്കും. ഒരു സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം ആണ് ഇതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ബബിൾഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ വെച്ചിട്ടാണ്. ഇന്നർ സർക്കിള് ബബിൾഡ്, ഔട്ടർ പ്ലെയിനും ആയിട്ടുള്ള ഒരു സർക്കിൾ വെച്ചിട്ട് നമ്മൾ എൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രത്തില് ആരോസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ട്രാൻസിഷൻ ആണ് കാണിക്കുന്നത്. ഈ ഒരു കോർണർ കർവ്ഡ് റെക്ടാങ്കിൾസ് കാണിക്കുന്നത് സ്റ്റേറ്റ്സിനെയാണ്, ആരോസ് സ്റ്റേറ്റ് ട്രാൻസിഷൻസും. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താണ് സിസ്റ്റം മോഡലിംഗ് എന്ന് നോക്കി. ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ഒരു അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ സിസ്റ്റം മോഡലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് സിസ്റ്റം പെർസ്പെക്റ്റീവ്സ് ആണ്. എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ്, ഇന്ററാക്ഷൻ പെർസ്പെക്റ്റീവ്, സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് ആൻഡ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്.
ഈ പെർസ്പെക്റ്റീവ്സിലൊക്കെ നമുക്ക് ഒരു സിസ്റ്റം മോഡൽ വഴി ഒരു സിസ്റ്റത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം മോഡൽസ് കണ്ടു. കോണ്ടെക്സ്റ്റ് മോഡൽ കണ്ടു, ഇന്ററാക്ഷൻ മോഡൽ, സ്ട്രക്ചറൽ മോഡൽ, ബിഹേവിയറൽ മോഡൽ. ഈ കോണ്ടെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ എൻവയോൺമെന്റ് ഓഫ് ദ സിസ്റ്റം. ഇന്ററാക്ഷൻ മോഡൽ ആണെങ്കിൽ ഇറ്റ് ഷോസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്സ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ എൻവയോൺമെന്റ്. സ്ട്രക്ചറൽ മോഡലിനകത്ത് it shows the structure and organization of the system. In case of behavioral model, it shows the dynamic behavior of the system. അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഫർദർ ടോപ്പിക്സിലെ വീഡിയോസ് ആയിട്ട് നമ്മൾ തിരിച്ചെത്തും വരെ. ബൈ ഫോർ നൗ.